രാത്രിയുടെ മറവിൽ ജാർഖണ്ഡിലെ ഗ്രാമങ്ങളിൽ മരണം വിധിക്കുന്ന ആ ഒറ്റക്കൊമ്പൻ കഴിഞ്ഞ 19 ദിവസങ്ങൾക്കുള്ളിൽ കവർന്നെടുത്തത് 22 മനുഷ്യരുടെ ജീവനാണ്. ജാർഖണ്ഡിലെ പശ്ചിമ സിംഗ്ഭൂ മേഖലയിലാണ് ഈ കൊലയാന ഏറ്റവും കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത്. സാധാരണയായി മദപ്പാടുള്ളപ്പോൾ മാത്രമാണ് ഒരാന ഇത്രയും അക്രമകാരിയായി കാണപ്പെടുന്നത്. അതിനാൽ ഈ ഒറ്റക്കൊമ്പനും ഇപ്പോൾ മദപ്പാടിലാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സാധാരണയായി ഈ മേഖലയിൽ നിരവധി ആനക്കൂട്ടങ്ങളുണ്ടെങ്കിലും ഇവൻ ഒരൊറ്റയാനാണ്. പാതിരാത്രിയാണ് ഇവൻ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത്. വീടുകൾ തകർക്കുന്നതിനോടൊപ്പം തന്നെ ആൾക്കാരെ നിഷ്കരണം കൊലപ്പെടുത്തുകയും ചെയ്യും. ജനവാസ മേഖലയിൽ നാശനഷ്ടങ്ങൾ വരുത്തിയ ശേഷം ഇവൻ വളരെ വേഗത്തിലാണ് കാട്ടിലേക്ക് മറയുന്നത്. കൊല്ലപ്പെട്ട 22 പേരിൽ 2 പേർ വനംവകുപ്പ് ജീവനക്കാരാണ്. ഏകദേശം 100ഓളം വനപാലകരടങ്ങുന്ന സംഘമാണ് ഈ ആനയ്ക്ക് വേണ്ടി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. എന്നാൽ ഒരു ദിവസം 30 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ഈ ആനയെ കണ്ടെത്തുന്നത് വലിയൊരു തലവേദനയായി മാറിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചാണ് ആനയ്ക്ക് വേണ്ടി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അതിനിടയിൽ കാട്ടാന ജാർഖണ്ഡിൽ നിന്നും ഒഡീഷയിലെ വനപ്രദേശത്ത് കടന്നുവെന്നും വിവരമുണ്ട്. 2026 ആരംഭിച്ചത് മുതലാണ് ഈ ആനയുടെ ആക്രമണം കൂടുതൽ രൂക്ഷമായത്. ഒറ്റ രാത്രിയിൽ തന്നെ ജാർഖണ്ഡിലെ ചൈബാസയിലെ 7ഓളം പേരെയാണ് ഇവൻ കൊലപ്പെടുത്തിയത്. അതിൽ ഒരു കുടുംബത്തിലെ 3 പേരും ഉൾപ്പെടുന്നു. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും പ്രായമേറിയവരുമുണ്ട്. കൊലയാനയെ മയക്കുവെടിവെച്ച് പിടികൂടാനായി പശ്ചിമ ബംഗാളിലെയും ഉത്തർപ്രദേശിലെയും വിദഗ്ധർ എത്തിയെങ്കിലും ആന അവരെയെല്ലാം കബളിപ്പിച്ച് സമർത്ഥമായി ഉൾക്കാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ദൗത്യസംഘത്തിലെ ഒരംഗത്തിന് നേരെ ഇവന്റെ ആക്രമണമുണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ദൗത്യസംഘം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തെന്നാൽ ഈ ആനയുടെ വിഹാര കേന്ദ്രമായ ചൈബാസയിലെയും സരാണ്ടയിലെയും കാടുകൾ വളരെ നിബിഡമാണ് എന്നതാണ്. ആനയെ ഡ്രോൺ വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നതിനാൽ കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. കൂടാതെ ഈ ആന ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാറില്ല. ഒരു ദിവസം തന്നെ 20 മുതൽ 30 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നത് ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നു. ആനയുടെ ആക്രമണത്തിൽ നിരന്തരമായ മരണങ്ങൾ കാരണം ഗ്രാമവാസികൾ വനംവകുപ്പിനെതിരെ പ്രതിഷേധത്തിലാണ്. ജാർഖണ്ഡ് വനംവകുപ്പ് മാത്രം വിചാരിച്ചാൽ ആനയെ മെരുക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് മറ്റു സംസ്ഥാനങ്ങളുടെ സഹായം തേടിയത്. ബംഗാളിൽ നിന്നുള്ള ഹുല്ല പാർട്ടികൾ ആനകളെ തുരത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ബംഗാളിലെ ഹുല്ല സംഘങ്ങൾ ഇപ്പോൾ ചൈബാസയിലുണ്ട്. പന്തങ്ങൾ ഉപയോഗിച്ചും പടക്കം പൊട്ടിച്ചും ആനയെ കാടിനുള്ളിലേക്ക് തുരത്തുകയാണ് ഇവരുടെ രീതി. വന്യജീവി ഡോക്ടർമാരുടെ ഒരു സംഘം ആനയെ മയക്കുവെടിവെക്കാൻ സജ്ജമായി ദൗത്യസംഘത്തോടൊപ്പമുണ്ട്. ജാർഖണ്ഡിൽ മുൻപും ഇത്തരം കൊലയാനകൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 15ഓളം പേരെ കൊലപ്പെടുത്തിയ മുരളി എന്ന ആനയെ ഏറെ പരിശ്രമത്തിന് ശേഷമാണ് പിടികൂടിയത്. ആനയെ പിടികൂടിയാൽ പ്രധാനമായും 2 പടി. ഇതിൽ ആദ്യത്തേത് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി കഴുത്തിലൊരു റേഡിയോ കൂളർ ഘടിപ്പിക്കുക എന്നതാണ്. ഇതുവഴി ആന എവിടെയാണെന്ന് ഉപഗ്രഹം വഴി നിരീക്ഷിക്കുവാനും അത് ജനവാസ മേഖലയിൽ എത്തുന്നതിനു മുൻപ് മുന്നറിയിപ്പ് നൽകാനും സാധിക്കും. രണ്ടാമത്തേത് ആനയെ സ്ഥലം മാറ്റുകയോ കുങ്കിയാനയാക്കുകയോ ചെയ്യുക എന്നതാണ്. ആനയുടെ അക്രമ സ്വഭാവം മാറിയില്ലെങ്കിൽ അതിനെ മനുഷ്യവാസമില്ലാത്ത മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റും. അതിനും സാധിച്ചില്ലെങ്കിൽ അതിനെ മെരുക്കി ഒരു കുങ്കിയാനയാക്കി മാറ്റാനാണ് അധികൃതർ ആലോചിക്കുന്നത്. ജാർഖണ്ഡിലെ ജനങ്ങൾ ഈ ആനയെ ഗജരാജ് എന്ന് വിളിച്ച് ആരാധിക്കാറുണ്ടെങ്കിലും ഇത്രയധികം കൊലപാതകങ്ങൾ നടന്നതോടെ ആളുകൾ വലിയ ഭയത്തിലും പരിഭ്രാന്തിയിലുമാണ്.